ജടായു ആരാണ്? സീതാന്വേഷണത്തിൻ്റെ വഴികാട്ടി ആര് എന്ന് ചോദിച്ചാൽ ജടായു. രാവണനോട് ഏറ്റുമുട്ടി തൻ്റെ കൊക്കുകൊണ്ട് രാവണന് വലിയ മുറിവേൽപ്പിക്കുന്നു. പക്ഷേ ചന്ദ്രഹാസം കൊണ്ട് 2 ചിറകും വെട്ടി രാവണൻ ജടായുവിനെ താഴെ. വാൽമീകി ഒരു മഹർഷിയായിരുന്നു, വാൽമീകി ഒരു കാട്ടാളനായിരുന്നു. ഈ 2 പേരിൽ ആരാണ് ശരിക്കുള്ള വാൽമീകി? വാൽമീകിർ മുനിപുങ്കവ, വാൽമീകി മുനിയാണ്. കണ്ടേൻ ഞാൻ സീതയെ, ഇത് രാമായണത്തിൽ ഹനുമാൻ പറയുന്നതാണ്. അപ്പോൾ ഹനുമാനെ നമ്മൾ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ ഇതിനപ്പുറത്ത് രാമായണത്തിൽ മറ്റൊരു പണ്ഡിതനില്ല എന്ന് മനസ്സിലാവും. രാമായണ മാസം അതൊരു മാൻമെയ്ഡ് മൂവ്മെന്റ് ആണോ, പണ്ട് മുതലേ ആചരിച്ചതാണോ? രാമായണ മാസം ആചരിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ 365 ദിവസവും രാമായണം വായിക്കുന്ന വീടുകളുണ്ടായിരുന്നു എന്ന്. നമസ്കാരം. നമ്മൾ കേരളത്തെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ മറ്റൊരു നറേറ്റീവിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ തന്നെ വളരെ ദിവ്യമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലം ഈയിടയ്ക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറ്റുകയുണ്ടായി. എനിവേ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇപ്പോൾ വളരെ ഒരുപാട് പേര് സന്ദർശിക്കുന്ന അഡ്വഞ്ചർ സ്പോർട്സ് വരെയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജടായുപ്പാറ. ഈ ജടായു ആരാണ്? എങ്ങനെയാണ് ഈ ജടായുപ്പാറ എന്നൊരു സ്ഥലം അവിടെ? ഈ ജടായു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ രാമായണം. അതെ, അത് ഞാൻ ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ ജടായുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് രാമായണത്തിലോട്ട് കയറാം. തീർച്ചയായും. ഇപ്പോൾ ജടായു എന്നുള്ളത് രാമായണം എന്നുള്ളതിൻ്റെ ഇതിഹാസം എന്നുള്ളതിനകത്തെ വളരെ ശക്തമായ കഥാപാത്രങ്ങളിലൊന്നാണ് ജടായു എന്നുള്ളത്. പക്ഷിയാണ്, പക്ഷേ അധർമ്മത്തെ നേരിടേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ധർമ്മം. അപ്പോൾ ഇവിടെയെല്ലാം ഈ സംസ്കൃതിക്ക് ആധാരം പ്രാണവായു എന്ന് പറയുന്നത് ധർമ്മമാണ്. അതുകൊണ്ടാണ് ഇതൊരു മതമല്ല, ധർമ്മം ആചരിക്കുകയാണ്. ഇപ്പോൾ ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. ധർമ്മത്തെ നീ രക്ഷിച്ചാൽ നിന്നെ ധർമ്മം രക്ഷിച്ചോളൂ എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ഒരു വിശ്വാസം എന്നുള്ളതാണ്. അതാണ് ധർമ്മം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ധർമ്മം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വൃദ്ധനായ ദശരഥൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ആളാണ് ജടായു എന്നുള്ളത്. വാർദ്ധക്യത്തിലാണ്, പക്ഷേ അമ്മയുടെ നിലവിളി കേൾക്കുകയാണ്. പുഷ്പക വിമാനത്തിൽ രാവണൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആരാണ് കൊണ്ടുപോകുന്നത്? അദ്ദേഹം എത്ര കരുത്തുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് മഹാദേവൻ കൊടുത്തിട്ടുള്ള ചന്ദ്രഹാസമാണ്. പക്ഷേ ഇതൊന്നും ജടായുവിന് തൻ്റെ ധർമ്മം പാലിക്കുന്നതിന് തടസ്സമല്ല. അപ്പോൾ അതാണ് ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നീ ഒറ്റയ്ക്കായാലും തോറ്റാലും നിൻ്റെ ധർമ്മത്തിൽ നിലനിൽക്കുക. അതാണ് ജടായു ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവണനോട് ഏറ്റുമുട്ടാൻ തയ്യാറാവുകയാണ്. രാവണനോട് ഏറ്റുമുട്ടി ഈ തൻ്റെ കൊക്കുകൊണ്ട് രാവണന് വലിയ മുറിവേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രഹാസം കൊണ്ട് 2 ചിറകും വെട്ടി രാവണൻ ജടായുവിനെ താഴെ ഇടുകയാണ്. അനുഗ്രഹം കിട്ടുന്നു അദ്ദേഹത്തിന്. രാമൻ വരുന്നതുവരെ നിനക്ക് നിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട് ശ്രീരാമദേവൻ വരുന്നു, ജടായുവിനെ കാണുകയാണ്. അപ്പോൾ ജടായുവാണ് ആദ്യമായി സീതാന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൂചന നൽകുന്നത്. അപ്പോൾ സീതാന്വേഷണത്തിൻ്റെ വഴികാട്ടി ആര് എന്ന് ചോദിച്ചാൽ ജടായു. തെക്കോട്ട് പോയി എന്നുള്ളതാണ് രാവണൻ എന്നുള്ളത്. അപ്പോൾ രാമനൊരു തൻ്റെ പത്നിയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരം ആദ്യമായി നൽകുന്നത് ജടായു. അങ്ങനെ ജടായു അത് പറയുകയും കാലഗതി പൂണ്ടു എന്നുള്ളതാണ്. അവിടെ മരിക്കുകയാണ്. പക്ഷേ ഒരു പിതാവിനെന്ന പോലെ ശ്രീരാമചന്ദ്രൻ ജടായുവിൻ്റെ ഉദകക്രിയകൾ ചെയ്യുകയാണ്. ഇതിനപ്പുറത്ത് എന്താ ഒരു മോക്ഷം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷിയാണ്, കേവലം ഒരു പക്ഷിയാണ്. രാമൻ പറയുന്നുണ്ട് ഉത്തിഷ്ഠ പക്ഷിരാജ എന്നാണ്. അത്രയും മേന്മയോടുകൂടി അത്രയും മഹത്വത്തോടുകൂടി ജടായുവിനെ കാണുകയും ചിറകിലൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ തലോടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉദകക്രിയകൾ ചെയ്ത് മോക്ഷം നൽകുകയാണ് ജടായുവിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചടയമംഗലം എന്ന് പറയും. നമ്മൾ രാമായണത്തിലാണ്. നമ്മൾ പുഷ്പക വിമാനത്തെ കാണുന്നു, രാവണനെ കാണുന്നു, വെട്ടേറ്റ് വീണിട്ടുള്ള ജടായുവിനെ കാണുകയാണ്. അപ്പോൾ ഇത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് അതൊക്കെ ഒരു ടൂറിസവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചെയ്യുമ്പോൾ ആവട്ടെ, അങ്ങനെയെങ്കിലും ജടായുവിനെ ആളുകൾ അറിയട്ടെ. ഇപ്പോൾ രാമായണം വായിക്കാത്ത പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ രാമായണത്തെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ രാമായണത്തിന് ഏതാണ്ട് 300-ൽ പരം രാമായണങ്ങളുണ്ടെന്നാണ്. അപ്പോൾ ഈ രാമായണത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ഓരോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി. അങ്ങനെയുള്ളവരൊക്കെ ആരാണ് ജടായു
എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഈ സംസ്കൃതി ഒരു പക്ഷിയെ എങ്ങനെയാണ് നോക്കിക്കാണുക, അപ്പോൾ ഒരു പക്ഷിക്കും ഇവിടെ ഒരു ധർമ്മമുണ്ട് എന്നുള്ളത് ജടായുവിലൂടെ വാൽമീകി കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവിടുത്തെ ഒരു രീതികളുമൊക്കെ ഈ കാലഘട്ടത്തിന് യോജിച്ചിട്ടുള്ളതാവാം, പുതിയ സങ്കേതങ്ങളൊക്കെ ആയിരിക്കാം ഉപയോഗിച്ചിട്ടുള്ളവ. പക്ഷേ വാൽമീകി രാമായണത്തിൽ കേരളമില്ല. അതൊരു ചോദ്യം തന്നെയാണ്. വാൽമീകി രാമായണം പലതരം ഉണ്ടെന്നും നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഏതാണ് ശരിക്കുള്ള രാമായണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരുപാട് രാമായണങ്ങൾ? പല ചോദ്യങ്ങൾ അവിടെ വരുന്നത്. ഏതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സാധനം വെച്ചിട്ടാണല്ലോ നമ്മൾ ബാക്കിയുള്ള റെഫറൻസുകൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ വെക്കുന്ന രാമായണം ആരുടേതാണ്? അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു ചോദ്യം കൂടെ അതിൽ ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് ചോദിക്കാം. വാൽമീകി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് നമുക്കത് ആദ്യം ആ വാൽമീകിയെ കുറിച്ച് സംസാരിച്ചിട്ട് അതെ, അത് കാരണം രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. വാൽമീകി ഒരു മഹർഷിയായിരുന്നു, വാൽമീകി ഒരു കാട്ടാളനായിരുന്നു. ഈ രണ്ട് പേരിൽ ആരാണ് ശരിക്കുള്ള വാൽമീകി? വാൽമീകി രാമായണം തുടങ്ങുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് മൂലകൃതിയെക്കുറിച്ചാണ്. രാമായണം എന്നുള്ളത് വാൽമീകി എഴുതിയിട്ടുള്ളതാണ്. വാൽമീകി മഹർഷി എന്നുള്ളതാണ്. അത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വാൽമീകി നാരദനോട് ചോദിക്കുകയാണ്, ഈ കോമ്പസ്മിൻ സാമ്പ്രതം ഗുണവാൻ വീര്യ, അതായത് ലോകത്തെവിടെയെങ്കിലും, ഞാൻ ആ ശ്ലോകം വിട്ടുപോയി, ലോകത്തെവിടെയെങ്കിലും എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരാളുണ്ടോ, ഒരു മനുഷ്യനുണ്ടോ എന്ന് വാൽമീകി നാരദനോട് ചോദിക്കുന്നിടത്താണ് വാൽമീകി രാമായണം ആരംഭിക്കുന്നത്. അവിടെയാണ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗമായി നാരദർ മറുപടി കൊടുക്കുന്നിടത്താണ് രാമായണം വികസിച്ചു വരുന്നത്. രാമൻ, അപ്പോൾ രാമൻ്റെ ഒരു യാത്ര എന്നുള്ളത് തുടങ്ങുന്നത് അവിടെയാണ്. അതിനുശേഷം വാൽമീകി പറയുന്നു, തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിതാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകീർ മുനിപുങ്കവ. അപ്പോൾ ഈ ശ്ലോകം പഠിച്ചു വെച്ചാൽ വാൽമീകി ആരാണെന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ തപസ്വാധ്യായ നിരതം നാരദനെക്കുറിച്ചാണ്. നാരദനെക്കുറിച്ച് ഇപ്പോൾ സാന്ദർഭികമായി അതും കൂടെ പറഞ്ഞു പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നാരദൻ എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരൻ. ഇവിടെ കേട്ടിട്ടുള്ളത് അവിടെ ചെന്ന് പറയുക, അവിടെ കേട്ടിട്ടുള്ളത് അപ്പുറത്ത് ചെന്ന് പറയുക, വഴക്കുണ്ടാക്കിക്കുക, ഇങ്ങനെ ഒരാൾ എന്ന നിലയിലാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത്. പുതിയ തലമുറ നമ്മൾ കളിയാക്കാനും ഉപയോഗിക്കും നാരദൻ എന്നുള്ള വാക്ക്. നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ നാരദന്മാരുണ്ട്. ചിലർ കടന്നു വരും നാരദൻ വരുന്നുണ്ട് എന്നാണ് പറയുക അല്ലെ. പുതിയ തലമുറയ്ക്ക് നാരദൻ, നേരത്തെ നമ്മൾ മഹാബലിയെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഒരു കളിയാക്കാനുള്ള ഒരു കോമാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ വഴക്കാളി എന്ന നിലയിലാണ്. നാരദൻ ആരാണ് എന്ന് വാൽമീകി പറയുന്നു. തപസ്വാധ്യായ നിരതം, താപസിയാണ്, തപസ് ചെയ്യുന്ന ആളാണ്. സ്വാധ്യായ നിരതം, സ്വാധ്യായം എന്ന് പറഞ്ഞാൽ പഠിച്ചവനാണ്, പഠിപ്പിക്കാൻ അറിയുന്നവനാണ്. പഠിച്ചവരെല്ലാം പഠിപ്പിക്കാൻ അറിയുന്നവരല്ല. നമുക്ക് എത്രയോ അധ്യാപകരെ നമുക്കറിയാം, നല്ല വിവരമുണ്ട്, പക്ഷേ പറയാൻ അറിയില്ല. അങ്ങനെ മാത്സ് വെറുത്തു പോയ ഒരാളാണ് ഞാൻ. അതെ, നമുക്ക് ചില അധ്യാപകരെ ഇഷ്ടപ്പെട്ടാൽ ആ വിഷയം നമ്മൾ ഇപ്പോൾ ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ട് ഇല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ വാൽമീകി പറയുന്നു നാരദൻ അങ്ങനല്ല. നാരദൻ നല്ല ഒന്നാന്തരമായി പഠിപ്പുള്ള ആളാണ്, നല്ല ഭംഗിയായി പഠിപ്പിക്കുന്ന ആളാണ്, തപസ്വാധ്യായം ചെയ്യുന്ന ആളാണ്. വാഗ്വിതാം വരാം, വാക്കുകളുടെ അർത്ഥമറിയുന്നവരിൽ മുൻപനാണ്. അപ്പോൾ അത്രയും പണ്ഡിതനാണ് എന്നുള്ളത്. അതിനുശേഷം പറയുന്നു വാൽമീകീർ മുനിപുങ്കവ, വാൽമീകി മുനിയാണ്, ഒരു സംശയവും ഇല്ല, വാൽമീകി മഹർഷിയാണ്. വാൽമീകി എന്ന് പറയുന്ന ഒരു കഥാപാത്രം മറ്റൊരു രീതിയിലും നമ്മുടെ ഈ രാമായണ രചനയ്ക്ക് മുമ്പാടുള്ള ഒരു കൃതികളിലും പറയപ്പെടുന്നില്ല. അപ്പോൾ ഈ കാട്ടാളൻ്റെ അങ്ങനെ ഒരു കഥയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭാഗവതത്തിലും സ്കന്ദപുരാണത്തിലും ഒക്കെ അങ്ങനെ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വാൽമീകിയായി മാറി. അപ്പം അത് ഈ സംസ്കൃതിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രാദേശികമായി ധാരാളം ഈ റീടെല്ലിങ്ങുകൾ ഉണ്ടാകും, പല ഇൻ്റർപ്രിട്ടേഷൻസ്. ഇപ്പോൾ രാമായണം എത്ര തരമുണ്ട്. ഇപ്പോൾ വാൽമീകി എന്ന് പറയുന്ന വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കി, മൂലകൃതിയെ അടിസ്ഥാനമാക്കി 300-ലധികം രാമായണങ്ങൾ, വളരെ പ്രസിദ്ധങ്ങളായ രാമായണങ്ങൾ. അപ്പോൾ അതിലൊന്നാണ് മലയാളത്തിൻ്റെ അധ്യാത്മരാമായണം എന്നുള്ളത്, എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണം എന്നുള്ളത്. പക്ഷേ അവിടെയും മൂലകൃതിയിൽ പട്ടാഭിഷേകം കൊണ്ട് നിർത്തുമ്പോൾ എഴുത്തച്ഛൻ ഉത്തരരാമായണം കൂടെ എഴുതി വെച്ചിരിക്കുകയാണ്. മനസ്സിലായി? ഉത്തരരാമായണം എഴുതി വെച്ചിട്ടുണ്ട്, കാരണം നിർത്താൻ പറ്റുന്നില്ല. രാമനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പം നമ്മൾ തന്നെ ഈ ടോക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൃത്യമായ സമയമുണ്ട്, പക്ഷേ രാമനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ എഴുത്തച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെടുമെന്ന് കാണും.
അത്രയുമുണ്ട്, പറയാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്, കമ്പരാമായണമുണ്ട്, തുളസീദാസിൻ്റെ രാമായണം. ഇതെല്ലാം മൂലകൃതിയെപ്പോലെ തന്നെ ആ ആശയങ്ങളെ അതേപടി കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന ഈ രാമായണത്തിൻ്റെ ഒരു പ്രസക്തിക്കൊരു കാരണം ഈ പ്രാദേശിക ഭാഷകളിൽ സമ്പന്നമായ ഇത്തരത്തിലുള്ള രാമായണങ്ങൾ രൂപപ്പെട്ടതാണ്. ഇപ്പോൾ അവിടെ തന്നെ നിങ്ങൾ എന്നോട് കർക്കിടകത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ ചോദിച്ചതുപോലെ ഒരു മാസം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ രാമായണം വായിക്കാൻ മലയാളിക്ക് ഇടയായത് എഴുത്തച്ഛൻ രാമായണം എഴുതിയത് കൊണ്ടാണ്. എന്തുകൊണ്ട് രാമായണ മാസം എന്ന ഞാനത് ഒരു പ്രയോഗം പ്രയോഗിച്ചാൽ അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു മാൻമെയ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്, അതിനോട് എന്താണ് അഭിപ്രായം? രാമായണ മാസം എന്ന് പറയുന്നത് പണ്ട് മുതലേ ആചരിച്ചതാണോ, അല്ലെങ്കിൽ അത് ഒന്ന് തുടങ്ങി വെച്ചതാണോ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്? ഭാരതത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇവിടെ സാമൂഹ്യ മാറ്റം ഉണ്ടായിട്ടുള്ളതെല്ലാം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിപരമായ മുന്നേറ്റങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ധാരാളം ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം എങ്ങനെ രൂപപ്പെട്ടു? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് നമ്മുടെ വിധി എന്ന് വിചാരിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നും സ്വപ്നം കാണാതിരുന്ന ഒരു ജനതയെ ബാലഗംഗാധര തിലക് അടക്കമുള്ള ആളുകൾ ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഗീതാ പഠനമായിരുന്നു അവർ ആദ്യം ആരംഭിച്ചത്. ആത്മാഭിമാനം എന്നുള്ളത്, ആരാണ് നീ? അതല്ലേ അർജുനൻ ആരാണെന്ന് അറിയാൻ മേലാതായിപ്പോയി. അർജുനൻ ഗാന്ധീവധാരിയായിട്ടുള്ള ആളാണ്, യോദ്ധാവാണ്, ധർമ്മം എന്താണെന്ന് കൃത്യമായി അറിയുന്നവനാണ്, അനന്തൻ്റെ അംശമാണ്. പക്ഷേ താർത്തട്ടിൽ വന്നപ്പോൾ തളർന്നു വീണു. അപ്പം കർമ്മം എന്നുള്ളത് എന്താണ്, ധർമ്മം എന്താണ് എന്നുള്ളതിൽ കർമ്മമൗഢ്യം വന്നു. അപ്പോഴാണ് ഭഗവാൻ ഗീത പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇതിനപ്പുറത്തൊരു കൗൺസിലറില്ല. ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു വെസ്റ്റേൺ കൗൺസിലിംഗ് ആണ് പലരും പറയാറുള്ളത്. അതേസമയം ഒരു ഇന്ത്യൻ കൗൺസിലിംഗ് ഉണ്ട്. കൃഷ്ണനെ പഠിച്ചാൽ മതി, ഇതിനപ്പുറത്ത് മറ്റൊരു കൗൺസിലറില്ല. അർജുനൻ്റെ സകല സംശയങ്ങളും പരിഹരിക്കപ്പെടും. അർജുനൻ അറിയാം അർജുനൻ്റെ അസുഖം എന്താണെന്ന്. അർജുനൻ പറയുന്നുണ്ട് കാർപ്പണ്യ ദോഷമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അർഹത ഇല്ലാത്തവരോട് ദയ കാണിക്കുകയാണ്. അതാണ് എൻ്റെ അസുഖം, ഒന്ന് ചികിത്സിച്ച് തരണം, ഒന്ന് ചികിത്സിച്ച് മാറ്റണം എന്നാണ്. അത് പറഞ്ഞ് അർജുനനായി മാറുകയാണ്. അപ്പോൾ അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് വ്യക്തിപരമായ, നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആലോചിച്ചുറപ്പിച്ച ഒരു മുന്നേറ്റത്തിൻ്റെ ഫലമാണ്, ഒരു സംശയവുമില്ല. ക്ഷേത്ര സംരക്ഷണ സമിതി 10-30 വർഷമേ ആയിട്ടുള്ളൂ. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് രാമായണം എന്നുള്ളത് വായിക്കേണ്ടതുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണം ഉണ്ടാകുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായപ്പോൾ, പ്രസ് ഉണ്ടായപ്പോഴാണ്, അച്ചും കൂടം ഉണ്ടായപ്പോഴാണ് ഇത് പുസ്തക രൂപത്തിലേക്ക് വരുന്നത്. പുസ്തക രൂപത്തിൽ വരുമ്പോഴും ധനികരായ ആളുകളുടെ വീട്ടിലേ ഈ പുസ്തകമുള്ളൂ. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംസ്കൃതി അത് കടലാസിലേക്ക് എഴുതി പകർത്തി രാമായണത്തിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ ഈ നാട്ടിൽ എഴുതപ്പെട്ടു. കൈകൊണ്ട് എഴുതി വീടുകളിൽ സൂക്ഷിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. രാമായണ മാസം ആചരിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ ധാരാളം ആളുകൾ രാമായണം വായിക്കാൻ തുടങ്ങി. ഈ ഒരു മാസമല്ല, 365 ദിവസവും രാമായണം വായിക്കുന്ന വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അവിടെ നിന്നാണ് ഈ പ്രസ്സുകളൊക്കെ ഉണ്ടായപ്പോൾ പുസ്തകം ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി. നമുക്ക് ആർക്കും മേടിക്കാവുന്ന തരത്തിൽ വില ഇത് കുറഞ്ഞു. അങ്ങനെ പുസ്തകം ഉണ്ടായി. അപ്പോഴാവാം ഒരുപക്ഷേ ആ കാലഘട്ടം ഒരു പ്രത്യേകതയുണ്ട്. കർക്കിടകം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു വർഷത്തിൻ്റെ അവസാനമാണ്. ചിങ്ങം മുതൽ നമ്മൾ തുടങ്ങിയാൽ 12-ാം മാസമാണ് അടുത്ത വർഷത്തെ ആരംഭിക്കാൻ പോവുകയാണ്. ശോകപൂർണമായ മാസം എന്നാണല്ലോ എല്ലാ തരത്തിലും. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് കോരിച്ചൊരിയുന്ന മഴയാണ്. കൃഷിപ്പണി ഏറ്റവും കുറവുള്ള കാലമാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ, എല്ലാവർക്കും പനി, ജലദോഷം ഇങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ വേറൊന്നും ഇവന് ചെയ്യാനില്ല. അപ്പോൾ ഇവൻ അതിനൊരു കാരണമുണ്ട്. ഈ രോഗങ്ങളും ചികിത്സ കൂടുതലായി കർക്കിടകത്തിലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ കർക്കിടകത്തിൽ തിരുമ്, ആയുർവേദം. ഇന്ത്യയിൽ ആയുർവേദത്തിന് ഇത്രയും ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരു സംസ്ഥാനമില്ല. ലോകത്തെവിടെ ചെന്നാലും ആയുർവേദവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു മലയാളിയായി. അപ്പോൾ ആയുർവേദത്തിൻ്റെ നമ്മൾ അതിൻ്റെയൊക്കെ ഈ പച്ചമരുന്നുകളുടെയൊക്കെ സംഭരണവും വിപണനവും ഒക്കെ നമ്മൾ നോക്കിയാൽ കോടിക്കണക്കിനുള്ള ഒരു ടേൺ ഓവറുള്ള ഒരു പ്രദേശമാണ് കേരളം എന്നുള്ളത്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ അതിന് വളരെ പ്രത്യേകതയുള്ളതാണ്. അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ ധാരാളം തൊഴിലവസരങ്ങളും ഈ കച്ചവട സാധ്യതകളും ഒക്കെ ഉണ്ടാകുന്ന, വ്യവസായം ഒക്കെ ഉണ്ടാകാവുന്നതാണ് ആ മേഖല ആയുർവേദം എന്നുള്ളത്. അപ്പോൾ ആയുർവേദ ചികിത്സ നടത്തുന്നത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ അധികം ബലമുള്ള പണിയൊന്നുമില്ലല്ലോ.
പുറത്ത് 11 മാസം പണിയെടുത്തുകൊണ്ടിരുന്നവരകത്ത് വളരെ വിശ്രമമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ചികിത്സ നടക്കുമ്പോൾ ശരീരം ഇളതായി പോകും. അതെ. ഈ ശരീരം ഇളതായി പോവുക എന്ന് പറയും, തിരുമിയിട്ടൊക്കെ വരുമ്പോൾ പറയും ശരീരം ഇളതായി എന്ന് പറയും. ശരീരം ഇളതാവുക എന്ന് പറയുമ്പോൾ മനസ്സും ദുർബലമാണ്. ഇപ്പോൾ മനസ്സിനൊരു ഉറപ്പില്ല, കരളുറപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ ഇവൻ്റെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താം. ശരീരത്തെ ഇളതായ സമയത്ത് മനസ്സിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ മനസ്സിനെ ഒന്നൊരു ആത്മീയ ശക്തിയിലേക്ക്, ഒരു ഉണർവിലേക്ക്, ഒരു ചൈതന്യത്തിലേക്ക് ഇവനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയ സമയം ഇതാണ് എന്ന് ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം, ഏതായാലും അവർ കുഴപ്പക്കാരല്ല, അവർ ഈ സനാതന ധർമ്മ വിശ്വാസികളാണ്, നല്ലത് വരട്ടെ. ഏതായാലും ഒരു പുസ്തകം വായിക്കുക, അതൊരു ആധ്യാത്മിക ഗ്രന്ഥം കൂടെ ആവുമ്പോൾ ഏതായാലും കുഴപ്പമുണ്ടാവില്ല, ഗുണമേ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണല്ലോ പറയുക. അധ്യാത്മരാമായണം തുടങ്ങുന്നത് ഉമാമഹേശ്വര സംവാദത്തിൽ. ഇപ്പോൾ നേരത്തെ എന്നോട് എത്ര രാമായണം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. മൂലഗ്രന്ഥം വാൽമീകി എഴുതുന്നത് നാരദനും വാൽമീകിയും തമ്മിലുള്ള സംവാദമാണ്. ആരെങ്കിലും ഉണ്ടോ നല്ല ഗുണമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ടാണ് വാൽമീകിയോട് നാരദൻ രാമനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ എഴുത്തച്ഛൻ എഴുതുന്നത് മഹാദേവനും സീതയുമായിട്ടുള്ള സംവാദത്തിലാണ്. എനിക്ക് വലിയ നാമജപങ്ങളൊന്നും ഇങ്ങനെ ചൊല്ലാൻ പറ്റത്തില്ല, 1000 പേരും ഒന്നും ചൊല്ലാൻ പറ്റില്ല, ഇതൊക്കെ വലിയ പാടാണ്. പെട്ടെന്ന് നാമം ജപിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാമശബ്ദം എന്നുള്ളത്. അപ്പോൾ രാമൻ എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ രാമശബ്ദം തന്നെ നമുക്ക് ആയിരക്കണക്കിന് നാമം ജപിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അപ്പോൾ സഹസ്രനാമത്തിന് തുല്യമാണ്, സഹസ്രനാമ തത്തുല്യം രാമശബ്ദം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എഴുത്തച്ഛൻ എഴുതുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ തന്നെ മൂലകൃതിയിൽ നിന്ന് വ്യത്യാസമാണ് തുടക്കം. മനസ്സിലാവണം. അപ്പോൾ വാൽമീകി എന്നുള്ളത് രത്നാകരൻ എന്നുള്ള ഒരു ആളിൽ നിന്ന് പരിവർത്തനം ചെയ്ത് രാമായണം എഴുതിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനല്ല, ആ ഒരു കഥ നമുക്കില്ല. പക്ഷേ അവിടെയും നോക്കൂ, ഒരു കാട്ടാളനെ പോലും മഹർഷിയാക്കുകയും ചിതൽപുറ്റിൽ നിന്നാണ് വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നവൻ വാൽമീകി, അയാളെയും നാം അംഗീകരിക്കുകയാണ്. അപ്പോൾ ഈ സംസ്കൃതിയുടെ, ഈ സംസ്കാരത്തിൻ്റെ ഒരു സൗന്ദര്യം എന്നുള്ളതാണ്. നീചനായ ഒരു പിടിച്ചുപറിക്കാരൻ, പക്ഷെ അയാളുടെ ധർമ്മമാണ് ചെയ്യുക. അത് കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ അയാളുടെ ധർമ്മം, അയാളുടെ കുടുംബത്തെ പോറ്റാൻ അയാൾ അത് ചെയ്യുക, അയാൾക്ക് വേറെ മാർഗ്ഗമില്ല, അയാളത് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്ന് അയാൾ മാറുമ്പോൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തെയും ഒരു താപസ തുല്യനായി അംഗീകരിക്കാനും ഒരു ഹിന്ദുവിനൊരു മടിയില്ല. അപ്പോൾ ഈ നാടിൻ്റെ ഒരു സംസ്കാരം അത്തരത്തിലും നമുക്ക് വേണമെങ്കിലും കാണാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടേൻ ഞാൻ സീതയെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ലൈനാണ്. ഇത് രാമായണത്തിൽ ഹനുമാൻ പറയുന്നതാണ്. ഇതിൻ്റെ എന്താണ് പശ്ചാത്തലം, എന്താണ്? സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹനുമാനാണ് ലങ്കയിൽ ചെല്ലുന്നത്. വായുപുത്രനാണ്. അപ്പോൾ വലിയ പണ്ഡിതനാണ്, ശക്തിശാലിയാണ്, ഭക്തനാണ്. അപ്പോൾ ഹനുമാനെ നമ്മൾ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ ഇതിനപ്പുറത്ത് രാമായണത്തിൽ മറ്റൊരു പണ്ഡിതനില്ല എന്ന് മനസ്സിലാവും. ഹനുമാനെക്കുറിച്ച് തന്നെ നമുക്ക് പറയാനുണ്ട്, നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ സീതയെ കാണുന്നു, അദ്ദേഹം സീതയെ കണ്ട് സീതയിൽ നിന്ന് മോതിരം മേടിച്ച് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തെത്തുകയാണ്, തൻ്റെ സ്വാമിയുടെ അടുത്ത് എത്തുകയാണ്. സ്വാമിയുടെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, കണ്ടേൻ ഞാൻ സീതയെ. അപ്പോൾ അത് ഞാൻ ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പരിപാടികളിൽ കുട്ടികളുമായി സംവദിക്കുമ്പോൾ പറയാറുള്ള ഒന്നാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഹനുമാൻ്റെ സ്ഥാനത്ത് ഞാനാണ് എന്ന് വിചാരിക്കുക. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് പോയ ആ സമയം മുതൽ തിരിച്ചു വരുന്നത് വരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും പറയും. ഹനുമാൻ അത്രയും അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ കടൽ ചാടി കടക്കാൻ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം ഇല്ല. അപ്പോൾ ജാമ്പവാനാണ് പറയുന്നത്, നിനക്കിത് പറ്റൂല്ലോ. അപ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ എന്നുള്ളതിൻ്റെ, ഇന്നതൊക്കെ വലിയ വിൽപ്പന ചരക്കുകളാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്ന ക്ലാസ്സുകളൊക്കെ എത്ര ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് രാമായണത്തിൽ ഇരിപ്പുണ്ട്. പൂജാമുറിയിൽ രാമായണം വെച്ചിട്ടാണ് മോട്ടിവേഷൻ ക്ലാസ്സിന് കാശ് കൊടുക്കാൻ ഒരു സനാതന ധർമ്മവിശ്വാസിയെ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ കൊണ്ടുപോകുന്നു. ഏറ്റവും നല്ല മോട്ടിവേഷൻ ടെക്സ്റ്റ് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ജാമ്പവാനാണ് തോൾ തട്ടി, നിനക്ക് സാധിക്കും, നീ ചാടറാവേ എന്ന് പറയുക. അങ്ങനെ ചാടുകയാണ്. അപ്പോൾ സുരസ രാക്ഷസി ഹനുമാനെ നേരിടാൻ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശരീരം ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോവാൻ ഉള്ള ഒരു കഴിവ് നമുക്കുണ്ട് എന്ന്. ഇപ്പോൾ ശ്വാസത്തെ ക്രമീകരിച്ചാൽ, നമ്മളൊക്കെ വായുപുത്രന്മാരാണ്, ശ്വാസത്തെ ക്രമീകരിച്ചാൽ നമുക്കും പറക്കാൻ പറ്റുമെന്ന്, നമുക്കും പറക്കാം എന്നുള്ളതാണ്. അങ്ങ് ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ ഇങ്ങനെ വായുവിൽ നിന്ന് പൊങ്ങി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ല. അതിപ്പോഴത്തെ AI ആണോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഒരിക്കലുമല്ല. കാരണം എനിക്ക് എൻ്റെ നാട്ടിൽ
അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു കൊച്ചച്ഛനായിരുന്നു, കുട്ടപ്പ കൊച്ചച്ഛൻ എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നാണ് കൈലാസപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കപില വാസുദേവപുരം എന്നാണ് ചുരുങ്ങി കൈലാസപുരം ആയി എന്നുള്ളത്. അപ്പോൾ ആ ക്ഷേത്രക്കുളത്തിൽ കുട്ടപ്പ കൊച്ചൻ ഇങ്ങനെ മലർന്ന് കിടക്കും ഞങ്ങൾ കുളിക്കാൻ ചെല്ലുമ്പോൾ. അപ്പോൾ വീടും തൊട്ടടുത്താണ്, എനിക്ക് വീട്ടിൽ നിന്നാൽ കാണാം, ഇങ്ങനെ കിടക്കും, ചമ്രം പടിഞ്ഞ് കിടക്കും. ചമ്രം പടിഞ്ഞ് വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന കുട്ടപ്പ കൊച്ചനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു കുട്ടപ്പ കൊച്ചന് ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഭക്ഷണം, നമ്മുടെ അന്നം കറക്റ്റാണെങ്കിൽ, നാം കഴിക്കുന്ന ഭക്ഷണം കറക്റ്റാണെങ്കിൽ, അന്നം എന്ന് പറയുമ്പോൾ കഴിക്കുന്നത് മാത്രമല്ല, വായു അന്നമാണ്, കേൾവി അന്നമാണ്, അല്ലേ? നോക്കൂ, അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അന്നങ്ങളെല്ലാം, പഞ്ചഭൂതങ്ങളെല്ലാം ശുദ്ധമാണെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റും. അപ്പോൾ ഹനുമാൻ നമ്മുടെ ഒരു എവല്യൂഷൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള നമ്മുടെ ഒരു എങ്ങോട്ടായിരിക്കണം നാം നോക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വഴികാട്ടിയാണ്. വായുപുത്രന്മാരാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനുമാൻ തിരിച്ചു വന്നിട്ട് തൻ്റെ സ്വാമിയോട് പറയുകയാണ്, കണ്ടേൻ. ശ്രീരാമനെ സംബന്ധിച്ച് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പെട്ടെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് സീതയെ കണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടപ്പാട് മുഴുവൻ പറയും. രാവണൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ വാലയിൽ തീ കത്തിച്ചു, ആകെ പ്രശ്നമായില്ലേ, ഞാൻ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചു, എത്ര പറയാൻ ഹൈലൈറ്റ് അവിടെ നമ്മൾ കഥ പറയുമ്പോൾ നമ്മുടെ മുഴുവൻ ദുരിതങ്ങൾ. ഇത് കേൾക്കാൻ രാമൻ ഒരു താല്പര്യവും ഇല്ല. രാമൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഹനുമാൻ അറിയും. ഇതിനപ്പുറത്ത് ഒരു പണ്ഡിതനെ നമുക്കവിടെ കാണാൻ പറ്റും. ഇന്നത്തെ കുട്ടികൾ, ഞാനൊരു അധ്യാപകനാണ്, 25 വർഷം ക്ലാസ്സിൽ പഠിപ്പിച്ച ആളാണ്. ഒരു കുട്ടിയോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കുട്ടിക്കറിയില്ല. കമ്മ്യൂണിക്കേഷൻ, നമ്മൾ 5 പേരെ ചുറ്റി ഇരുത്തിയിട്ട് ഒരാളുടെ ചെവിയിൽ ഒരു വാചകം പറഞ്ഞിട്ട് അത് 5ാമത്തെ ആളിൻ്റെ അടുത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. കേട്ടത് റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പോലും കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നമാണ്. ഇന്നുണ്ടാവുന്ന മുഴുവൻ സംഘർഷങ്ങൾക്കും കാരണം ആശയവിനിമയത്തിലുണ്ടാവുന്ന പൊരുത്തക്കേടുകളാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടം. എല്ലാവരും വയലൻ്റ് ആവുകയാണ്. ആ കാര്യം പറയുന്നത് മനസ്സിലാവുന്നില്ല. അധ്യാപകൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, കുട്ടി പറയുന്നത് അച്ഛന് മനസ്സിലാവുന്നില്ല, അച്ഛൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കൂ, വീടുകളെല്ലാം കുരുക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഭരണാധികാരി പറയുന്നത് പ്രജയ്ക്ക് മനസ്സിലാവുന്നില്ല, പ്രജ പറയുന്നത് ഭരണാധികാരിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ഭാഷ ഉപയോഗിക്കുന്നതിലെ ഒരു ശുദ്ധി നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെയാണ് ഹനുമാൻ വ്യത്യസ്തനാവുന്നത്. കണ്ടേൻ, ഒറ്റ വാക്കിൽ രാമന് കേൾക്കാനുള്ളത് എന്താണോ അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഹനുമാനെ അത്തരത്തിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ രാമായണത്തിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത് തന്നെയാണ്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്, പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഹനുമാൻ സീതയെ കണ്ട് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ രാമനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടെ ഏറ്റവും ശക്തമായി നിന്ന ലക്ഷ്മണനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ രാമൻ കാട്ടിലേക്ക് പോയി, സീത എന്ന ഭാര്യ കൂടെ പോയി. ധർമ്മം സംരക്ഷിക്കാനായി ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ലക്ഷ്മണൻ കൂടെ പോവുകയാണ്. പക്ഷേ നവവധുവായ ഭാര്യ ഊർമിള നാട്ടിൽ തന്നെ, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഈ ധർമ്മം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും? അത് പൊരുത്തപ്പെടാൻ പറ്റുമോ, അല്ലേ? അതെ. ഇതൊക്കെ എനിക്കൊന്ന് ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മളിങ്ങനെ നിരവധി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു ആളുകളുടെ ഒരു രാമായണത്തെയോ സനാതന ധർമ്മത്തെയോ അല്ലെങ്കിൽ രാമനെയോ ഒക്കെ ധർമ്മം എന്ന ഒരു സങ്കല്പം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടുണ്ടാകുന്ന സംശയങ്ങൾ. നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം നമുക്കറിയില്ല, നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ചോദ്യങ്ങളല്ലല്ലോ, നമ്മൾ ചർച്ച ചെയ്തു വരുമ്പോൾ രൂപപ്പെടുന്നതാണ്. അപ്പോൾ വനവാസം എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടു. ഒരു പുത്രൻ്റെ ധർമ്മം എന്നുള്ളത് എന്താണ് എന്ന് രാമന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പോകാൻ തയ്യാറാവുകയാണ്. അദ്ദേഹം സീതയെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ ഭാര്യയുടെ ലോകം എന്ന് പറയുന്നത് എവിടാണോ ഭർത്താവ് അവിടാണ്. അതുകൊണ്ട് സീതയ്ക്ക് അതിൽ സംശയമില്ല. എന്താണ് ഒരു ഭാര്യയുടെ ധർമ്മം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാമായണം എന്നുള്ളത് ധർമ്മഗ്രന്ഥമാണ്. അപ്പോൾ ഓരോ ജടായു നമ്മൾ ചർച്ച ചെയ്തില്ലേ, ഒരു ധർമ്മമുണ്ട്. അപ്പോൾ സീതയുടെ ധർമ്മം എന്നുള്ളത് ഭർത്താവിനൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് കാട് അല്ലെങ്കിൽ അയോധ്യ, ഇതൊന്നും രാജകൊട്ടാരം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിഷയമില്ല. അവിടെ എവിടെയാണോ തൻ്റെ ഭർത്താവ് ഉള്ളത് അവിടെയാണ് സീത. അങ്ങനെ സീത പോകാൻ തയ്യാറാവുമ്പോൾ രാമൻ പേടിപ്പിക്കുന്നുണ്ട്.
നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നിൻ്റെ ഈ മൃദുലങ്ങളായിട്ടുള്ള കാലുകളൊക്കെ അവിടെ ചെന്നിട്ട് മുറിയും. ഭയങ്കര ഘോര രാക്ഷസന്മാരുണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ തീറ്റയായി മാറും. മൃഗങ്ങളുണ്ട്. അതുകൊണ്ട് നീ ഇവിടെങ്ങാനും നിന്നു, എനിക്കേതായാലും പോകാതിരിക്കാൻ പറ്റില്ല. 14 വർഷം പെട്ടെന്ന് കഴിയും, നീ വിഷമിക്കണ്ട എന്നൊക്കെ. പക്ഷേ ഇവർ സമ്മതിക്കില്ല. അവർക്ക് പോകാതെ നിവർത്തിയില്ല. അവരുടെ ധർമ്മം അതാണ്. അപ്പോഴാണ് ലക്ഷ്മണൻ പറയുന്നുണ്ട്. ലക്ഷ്മണൻ ചോദ്യം വളരെ കറക്റ്റാണ് കേട്ടോ. ലക്ഷ്മണൻ എത്ര ശക്തനായ, എന്തൊക്കെ ഒരു ഗുണങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമാണ് ലക്ഷ്മണൻ എന്നുള്ളത് നമ്മൾ അറിയണം. ലക്ഷ്മണൻ ഈ രാമനോട് പറയുന്നുണ്ട്, ഇദ്ദേഹം ചിത്തഭ്രമം ബാധിച്ചു, നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യുക, ഇയാൾ ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഇന്നലെ രാജാവാകാൻ പറഞ്ഞിട്ട് ഇന്ന് കാട്ടിലേക്ക് പോയിണ്. എൻ്റെ പൊന്നു ചേട്ടാ, ചങ്ങലക്കിട്ടിട്ട് ചേട്ടൻ അധികാരത്തിൽ ഇരിക്കാൻ പൊട്ടിത്തെറിക്കുകയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണന് ദേഷ്യം വന്നിട്ടുമല്ല. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മണൻ പോകാൻ തയ്യാറാവുകയാണ്. ഞാനും വരും, അങ്ങനെയാണ് ഞാനും വരും എന്നുള്ളത്. അപ്പോഴാണ് സുമിത്ര ഇടപെട്ടിട്ട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമേത് എന്ന് വരരുചി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. വരരുചിക്ക് പക്ഷികൾ സംസാരിക്കുന്നതിൽ നിന്നാണ് മനസ്സിലായത്. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം എന്നുള്ള ആ 4 വരിയാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പറയുന്ന ആൾ സുമിത്രയാണ്. ഇപ്പോൾ ലക്ഷ്മണനോടാണ് പറയുക, തൻ്റെ മകനോടാണ് പറയുക. എന്താ പറയുക? നീ കാട്ടിൽ പോവണം. കാട്ടിൽ പോകുന്നത് എങ്ങനെ ആവണം? രാമനെ അച്ഛനെ പോലെ കരുതണം. രാമം ദശരഥം വിദ്ധിം. അപ്പോൾ അച്ഛനെ പോലെ കരുതുക എന്ന് പറഞ്ഞാൽ പുത്രധർമ്മം പാലിക്കണം എന്നുള്ളതാണ്. നീ പുത്രനാണ് എന്ന നിലയിൽ അച്ഛനെ നോക്കിക്കോണം, രാമനെ നോക്കണം എന്നുള്ളതാണ്. മാം വിദ്ധി ജനകാത്മജാം, ജനകാത്മജയായിട്ടുള്ള സീതയെ എന്നെപ്പോലെ, അമ്മയെപ്പോലെ എന്നപ്പോൾ അമ്മയോടൊരു മകന് കാണിക്കേണ്ട ഒരു പുത്രധർമ്മമുണ്ട്, അതായിരിക്കണം. അയോധ്യാം അടവിം വിദ്ധിയും, അടവി കാനനം, കാടിനെ അയോധ്യയായി കരുതണം. അപ്പോൾ അയോധ്യയുടെ സുഖ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ അയോധ്യ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഇമോഷണൽ കണക്റ്റാണ്. അപ്പം അത്തരത്തിൽ നീ അയോധ്യ ആയി കരുതണം, സുഖമായി പോയിട്ട് വരൂ എന്ന്. ഇത് ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണൻ്റെ ഈ രാമനൊപ്പമുള്ള ഒരു യാത്രയ്ക്ക് ഇതിനപ്പുറത്തൊരു ഊർജ്ജം ആവശ്യമില്ല. സ്വന്തം അമ്മയാണ് പറയുന്നത്, ഇല്ലേ? ഇപ്പോൾ സുമിത്രയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു, സുമിത്രയെക്കുറിച്ചും കൂടെ നമുക്ക് പറയേണ്ടതുണ്ട് ഈ ടോക്ക് ഷോയിലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ലക്ഷ്മണൻ പോകുന്നത്. ലക്ഷ്മണൻ പോകുമ്പോൾ ഈ ചോദ്യം ഊർമിള നോക്കൂ. ഇവിടെ സീതയ്ക്കൊപ്പം ആ വീട്ടിലുള്ള മറ്റ് 3 പേരുണ്ട്. ഈ 3 പേരിൽ ഏറ്റവും മുതിർന്ന ആൾ ഊർമിളയാണ്. പിന്നെയുള്ളത് അതിനേക്കാൾ താഴെ ഇളയ ആളുകളാണ്. ഇപ്പോൾ ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഭാര്യമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഊർമിളയെയാണ് ഈ ആ അയോധ്യയിലെ ഈ ഒരു അവരുടെ ഒരു അയോധ്യ എന്നുള്ളത് ഒറ്റ 24 മണിക്കൂർ കൊണ്ട് അയോധ്യ മാറി മറിയുകയാണ്. എങ്ങും ആഹ്ലാദവും പുഷ്പങ്ങളും പ്രകാശവുമായി നിന്നിരുന്ന അയോധ്യ പെട്ടെന്ന് ശോകമൂകമാവുകയാണ്. രാമൻ വനത്തിന് പോകുന്നു എന്നുള്ളതിൽ അയോധ്യ മാറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അമ്മമാരുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ 3 അമ്മമാരുണ്ട്. അതുപോലെ തന്നെ പ്രായമായ മറ്റാളുകളുണ്ട്, ദശരഥനുണ്ട്. ഈ ആളുകളെയൊക്കെ നോക്കി സംരക്ഷിക്കാൻ അവിടെ ആളുണ്ടാവണം. അപ്പോൾ ലക്ഷ്മണനെ സംബന്ധിച്ച് അത് ഏൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും കൃത്യതയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ഊർമിളയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ കൃത്യമായി ഊർമിളയോട് അത് ചുമതലപ്പെടുത്തുകയാണ്. ഇവിടെ 2 സ്ത്രീകൾക്കും 2 തരത്തിലുള്ള ധർമ്മമാണ്. ഊർമിളയുടെ ധർമ്മം അതാണ്. ഇപ്പം ധർമ്മം അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീത ചെയ്തതും ധർമ്മമാണ്. സീത ഭർത്താവിൻ്റെ കൂടെയാണ്, ഭർത്താവിൻ്റെ കൂടെ പോയി. അതേ ധർമ്മം തന്നെ ഊർമിളയെ അനുഷ്ഠിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത്. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ഓരോരുത്തർക്കും കൃത്യമായ ധർമ്മങ്ങളുണ്ട് എന്നുള്ളത്. ഊർമിളയ്ക്ക് ആ 14 വർഷം അനുഷ്ഠിക്കേണ്ട ഒരു ധർമ്മമുണ്ട്. അത് കടമയോ ഉത്തരവാദിത്വം അല്ല. അത് കടമ ഉത്തരവാദിത്വം എന്നൊന്നും നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റില്ല. ഊർമിള ചെയ്തിട്ടുള്ളത് ഭാരതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ധർമ്മസങ്കല്പമാണ്. അവർക്ക് ചെയ്യാനുള്ള ധർമ്മം അതാണ്. അവർ ആ 14 വർഷവും അത് കാത്തു സൂക്ഷിക്കുകയാണ്. ആ അമ്മമാരെ അവരെ തിരിച്ച് ഒരു നല്ല മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഊർമിളയുടെ കൈകളിലായിരുന്നു. അപ്പോൾ വളരെ ത്യാഗപൂർണമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഊർമിള അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാമായണത്തിലെ ഏറ്റവും ശക്തരായ ഓരോരുത്തരും അവരവരുടെ തലത്തിൽ ശക്തരാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ പറയില്ലേ, ഒരു സീനിൽ മാത്രം വരുന്നവർ, ഡയലോഗ് ഇല്ലാത്തവർ. പക്ഷെ രാമായണത്തിൽ അങ്ങനെയില്ല. എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ ശക്തരാണ്. അത്രയും ശക്തരായിട്ടാണ് അവരെ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഊർമിള അങ്ങനെയാണെന്നാണ്. അപ്പോൾ ഒരു രസകരമായ ഒരു കാര്യം കൂടി ഞാൻ വായനയിൽ കണ്ടത്, ഈ ലക്ഷ്മണനോട് സുമിത്ര ഇത് പറഞ്ഞിട്ട് നോക്കണം എന്ന് പറഞ്ഞു, അച്ഛനെ പോലെ നോക്കണം.
14 വർഷം ലക്ഷ്മണൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പറ്റില്ല, അതെ. കാരണം ഇവരെ നോക്കണ്ടേ. അപ്പോൾ ലക്ഷ്മണൻ്റെ ഉറക്കം ഊർമിള ഉറങ്ങിയെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാടിൻ്റെ ഒരു 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 സൗന്ദര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ 14 വർഷവും ലക്ഷ്മണന് വേണ്ടി ഊർമിള ഉറങ്ങിയെന്നാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കേട്ട സന്തോഷമാണ്. ഊർമിള നിദ്ര എന്നാണ്, ഊർമിള നിദ്ര. ഇപ്പോൾ ഊർമിളയെ ആരാധിക്കുന്ന ഇടങ്ങളുണ്ട്, ഊർമിളയെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലക്ഷ്മണനൊപ്പം പോവാതിരുന്നത് ഒരു ഒരു എന്താ പറയുക, അതൊരു ശരിയോ, അതൊരു പൊരുത്തക്കേടല്ലെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇടത്തിൽ ഓരോരുത്തർക്കും കൃത്യമായ ധർമ്മമുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അവിടെ മറ്റൊന്നു കൂടിയുണ്ട്, ഇവിടെ പാഴ്വാക്കില്ല. ഞാൻ ഭാരതം എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു, ഭാസിൽ രഥം. ഇവിടെ പുത്രൻ, പുന്നാമമാം നരകത്തിൽ നിന്ന് തന്നുടെ താതനെ ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ എന്നാണ്. രക്ഷകർത്താക്കൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തേണ്ടവനാണ് പുത്രൻ. ഇന്നത്തെ പുത്രന്മാരങ്ങനാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഇന്നുമില്ലേ, ഭർത്താവിന് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുള്ളപ്പോൾ കുട്ടികളെ നോക്കാൻ ജോലിക്ക് പോവാതെ സ്വന്തം കരിയർ മാറ്റിവെച്ചിട്ട് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്ന എത്ര വിദ്യാസമ്പന്നരായ വളരെ സ്കിൽഡ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് ഇല്ലേ. നമുക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ ഇവർക്ക് അതൊരു ശരിയാണോ എന്ന് വേണം നോക്കാം. പക്ഷേ മറ്റാളുകളെ ഒന്നും, ഒരു ജോലിക്കാരെ ഒന്നും ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്കെൻ്റെ കുട്ടിയെ നോക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. എന്താ കാര്യം, അതൊരു പൊരുത്തക്കേടല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഈ സംസ്കൃതിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് എത്ര ആസൂത്രിതമായ കടന്നുകയറ്റങ്ങൾ ഈ സംസ്കാരത്തിന് മേൽ ഉണ്ടായിട്ടും ഇന്നും ഈ സംസ്കാരം നിലനിൽക്കുകയാണ്. കുടുംബത്തെ തകർക്കാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്, അകത്തുമുണ്ട് പുറത്തുമുണ്ട്, പക്ഷേ ബലപ്പെട്ടു നിൽക്കുകയാണ് ആ ഫാമിലി എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ കുടുംബം എന്ന ആ ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ധർമ്മത്തെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ. ജോലിക്ക് പോവാതെ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ ഒരാളിരിക്കുന്നു, ഭർത്താവ് ജോലിക്കാരനാണ്, അയാൾക്ക് എന്നും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എന്തു ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അതിലൊരു പൊരുത്തക്കേട് ആ വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ അയാൾ അത് ചെയ്യുന്നത് ശരിയോ, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. കാരണം ധർമ്മബദ്ധമാണ് രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം. അവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അവർക്ക്. അത് ശരിയാണോ, ഊർമിള അനുഷ്ഠിച്ചത് ത്യാഗമാണോ, ഊർമിള അനുഷ്ഠിച്ചത് സ്നേഹമാണോ, അങ്ങനൊന്നൊരു ചോദ്യമില്ല. അതൊക്കെ വെറും ബാലിശമായിട്ടുള്ള അറിവില്ലായ്മയുടെ അജ്ഞതയുടെ ഒരു വെളിപ്പെടുത്തലായി കരുതിയാൽ മതി. യഥാർത്ഥത്തിൽ ധർമ്മമാണ് ഊർമിള ചെയ്യേണ്ടത്, അതാണ് ഊർമിള ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കുടുംബം നിലനിന്നു. 14 വർഷം കഴിഞ്ഞ് ലക്ഷ്മണൻ തിരിച്ചു വരുമ്പോൾ ലക്ഷ്മണൻ്റെ അമ്മയും അമ്മയുടെ സഹോദരികളും അവരുടെ കുടുംബവും ശക്തമായി മാനസികമായി യാതൊരു തകരാറുമില്ലാതെ അവർ നിലനിന്നു എങ്കിൽ അതാണ് കുടുംബം, അതാണ് സംസ്കാരം, അതാണ് ധർമ്മത്തിൻ്റെ കരുത്ത് എന്നുള്ളത്. അതാണ് ഊർമിള ചെയ്തിട്ടുള്ളത്. ഏതായാലും സ്പാർക്ക് ടോക്സിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചാനലുകളിൽ ചർച്ചകളിലും അല്ലെങ്കിൽ ടി വിയിലുമൊക്കെ പരിപാടികൾക്ക് പോയിട്ടുണ്ടെങ്കിലും എനിക്കിത് വളരെ പ്രത്യേകതയാണ്. അതിന് കാരണം അതുകൂടി എൻ്റെ ഈ സ്പാർക്ക് ടോക്സിൻ്റെ പ്രേക്ഷകരറിയണം എന്നുണ്ട്. എൻ്റെ അനുജനാണ് ഈ സ്പാർക്ക് ടോക്ക് നയിക്കുന്ന ആൾ എന്നുള്ളതാണ്, ശ്രീ രമേശ് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ ആകാശ സഞ്ചാരിയാണ് രമേശ് എന്ന് പറയുന്നത്. ഈ വിമാനം ഓടിക്കുന്ന ആളാണ്, പൈലറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ പൈലറ്റുമാരില്ല. അപ്പോൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ ആ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉയരണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ആ ഒരു സ്വപ്നത്തിലേക്ക് നീങ്ങാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ഞങ്ങളൊക്കെ എപ്പോഴും അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ആകാശത്ത് കൂടുതൽ സമയം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ ഫ്ലൈറ്റിന് പോകാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ചേട്ടാ എന്നെപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ ആകാശത്താണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എങ്കിലും നാടിൻ്റെ സംസ്കൃതിയുടെ ഉറപ്പുള്ള മണ്ണിലാണ് എപ്പോഴും ചവിട്ടി നിൽക്കുന്നത് എന്നത് എനിക്ക് ഈ ചർച്ചയിൽ മനസ്സിലാക്കാൻ പറ്റി, എനിക്കത് അനുഭവപ്പെട്ടു എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിലെ വലിയ സന്തോഷമായി ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. ഞങ്ങളെല്ലാവരും അങ്ങനെയുള്ളവരാണ്. കാണുമ്പോൾ മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹമല്ല ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങളുടെ ശക്തി അതാണ്, ഞങ്ങളുടെ ദൗർബല്യം അതാണ്. ഞങ്ങളിൽ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ അത് ഫീൽ ചെയ്യും. അതിന് കാരണം ഞങ്ങളുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഞങ്ങളങ്ങനെ ഭാഗ്യമുള്ളവരാണ്. ധാരാളം മുത്തശ്ശിമാരും അവരുടെ അനുഗ്രഹവും അവരോടൊപ്പം ചെലവഴിക്കാനും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വരെ ആ മുത്തശ്ശിമാർക്കൊപ്പം
ഇടപെടാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത കുടുംബത്തിലാണ് ഞങ്ങൾ പിറന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പുണ്യമായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നീതുവും രമേശിനൊപ്പം വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നതും ഞാൻ നിങ്ങളുടെ ഷോകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള നമ്മുടെ തലമുറയെ നമ്മൾ എന്ത് നേടിയാലും നമ്മുടെ കുട്ടികൾ നേരായ ഒരു മൂല്യത്തിൽ ജീവിക്കുന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് അതിനപ്പുറം മറ്റൊന്നുമില്ല. ഇന്ന് ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് UK അയർലൻഡിൽ പോയി. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ആളുകൾ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി, ആ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കൃതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെ എങ്ങനെ നമ്മൾ നമ്മുടെ സംസ്കാരത്തോട് ചേർത്ത് നിർത്തും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വലിയ ദൗത്യം ആകാശത്ത് പറക്കുമ്പോഴും ശ്രീ രമേശ് മനസ്സിലിങ്ങനെ ചേർത്ത് പിടിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ധൈര്യത്തോടുകൂടി തൻ്റെ പങ്കാളിയോടൊപ്പം നീതുവിനൊപ്പം എൻ്റെ അനുജത്തിയോടൊപ്പം ഏറ്റെടുത്തു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ഈ ടോക്ക് ഷോയിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വാക്കുകൾക്കതീതമായി നമ്മൾക്ക് കാലപ്രസക്തമായ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന എൻ്റെ സ്വന്തം വേണുചേട്ടൻ ശ്രീ ആർ വേണുഗോപാൽ, വാക്കുകൾ കൊണ്ട് മാത്രം നന്ദി പറഞ്ഞാൽ പറ്റില്ല. എങ്കിലും സ്പാർക്ക് ടോക്സിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി. നമസ്കാരം.